ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സാം ബൈ NMS. അപ്പോൾ മാറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അനാലജി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അനാലജിയിൽ 3 ഡിഫറെന്റ് കൈൻഡ് ആയിട്ടാണ് നോർമലി ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അതിൽ നിങ്ങളുടെ NMSൽ ഇപ്പോൾ ലാസ്റ്റ് ഇയേഴ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് വെർബൽ അനാലജി. ഇടയ്ക്ക് നമ്പർ അനാലജിയും ചോദിക്കാറുണ്ട്. എന്തായാലും നമ്മൾ 3 ടൈപ്പും ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ടൈം കളയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സോ അനാലജി എന്താണ് ആ ഒരു വേർഡ് മീൻ ചെയ്യുന്നത്? ജസ്റ്റ് സിമിലാരിറ്റി അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് എന്നുള്ളതാണ് അല്ലെ. ഇപ്പോൾ ഒരു ടേമിന് മറ്റൊരു ടേം സിമിലർ ആണ്, അങ്ങനെയാണെങ്കിൽ മൂന്നാമതൊരു ടേം തരും, അതിന് സിമിലർ ആയിട്ടുള്ള ടേം ഏതാണ്, ഇത് കണ്ടെത്തലാണ് ആക്ച്വലി നമ്മുടെ ജോബ് വരുന്നത്. ക്ലിയർ ആണല്ലോ? സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 3 ടൈപ്പ് ഓഫ് അനാലജീസ് ആണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ ടൈപ്പിൽ നോക്കുമ്പോൾ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്പർ അനാലജി, നെക്സ്റ്റ് ആണ് ലെറ്റർ അനാലജി, നെക്സ്റ്റ് ആണ് വെർബൽ അനാലജി. നമ്മൾ ഓഡ് വൺ ഔട്ട് പഠിക്കുന്ന കേസിലൊക്കെ തന്നെ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഇപ്പോ 3 ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഓഡ് വൺ ഔട്ട് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് നോർമലി വരാറുള്ളത് എന്നുള്ളത് അതേപോലെ തന്നെയാണ് നമുക്ക് അനാലജിയിലും വരുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് കൈൻഡ് നമുക്ക് നോക്കാം, നമ്പർ അനാലജി ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുക എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ 5, 25 എന്ന് പറയാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ഡബിൾ കോളം വരും. ഓക്കെ, എന്നിട്ട് ഒരു 6 വന്നു, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടേം ഏതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ 5ൽ നിന്ന് ഈ 25ലേക്കുള്ള റിലേഷൻ എന്താണ്? ഓക്കെ, അപ്പോൾ ഈ അനാലജിയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചില ക്വസ്റ്റ്യനുകൾ നമുക്ക് മൾട്ടിപ്പിൾ ആൻസേഴ്സ് പോസിബിൾ ആവും. ഓക്കെ, അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനിലുള്ള ഒരു ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ 5ൽ നിന്ന് എങ്ങനെയൊക്കെ 25 വരാം? 5 + 20 വരാം. 5 + 20 എന്ന് പറഞ്ഞാൽ 25 ആണ്. ഈ 5 എന്ന് പറയുന്ന ഫസ്റ്റ് നമ്പറിലേക്ക് 20 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 25 ആയി. ഇനി അതേ ഒരു ലോജിക്കിൽ നമ്മൾ 6ലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ 6 + 20 നമുക്ക് 26 ആയി. 26 ഒരു ആൻസർ പോസിബിലിറ്റി ആണ്. അപ്പോൾ ഓപ്ഷൻസ് ഇല്ലാതെ ഒരു യുണീക്ക് ആൻസർ നമ്മൾ അനാലജിന്റെ കേസിൽ പറയാ എന്നുള്ളത് എന്തല്ല, പോസിബിൾ ആയിട്ട് വരുന്ന കാര്യമല്ല. കാരണം മൾട്ടിപ്പിൾ ആൻസേഴ്സ് അവിടെ പോസിബിൾ ആയിട്ട് വരും. ഇനി വേറൊരു കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 5ന്റെ സ്ക്വയർ ആണ് നമുക്ക് 25 എന്ന് പറയുന്നത്. ഇതിന്റെ സ്ക്വയർ 36 വരും. ഓക്കെ, ഇനി അങ്ങനെ പല ഡിഫറെന്റ് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ആ ഒരു റിലേഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഓപ്ഷനിലുള്ള ആൻസർ കൃത്യമായിട്ട് പിക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ലോജിക്കലി നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഈ നമ്പർ അനാലജി എന്ന് പറയുമ്പോൾ പല വ്യത്യസ്ത രീതിയിൽ റിലേഷൻ വരാം. ഫസ്റ്റ് നമ്പർ അതിന്റെ സ്ക്വയർ ആയിട്ട് വരാം, അതിന്റെ ക്യൂബ് ആയിട്ട് വരാം. ഇനി ഒരു സ്പെസിഫിക് നമ്പർ ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ ഒരു കേസിൽ എടുത്ത പോലെ ഇവിടെ 5ലേക്ക് 20 ആഡ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ 6ലേക്ക് 20 ആഡ് ചെയ്തു, നമുക്ക് 26 എന്ത് ചെയ്തു, ആൻസർ ആയി. അങ്ങനെ പല ഡിഫറെന്റ് രൂപത്തിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ റിലേഷൻ വരാൻ വേണ്ടിയിട്ട് പറ്റും. ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു ധാരണ അതിനെക്കുറിച്ച് കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 27, 51. അങ്ങനെയാണെങ്കിൽ 83ൽ നിന്ന് നെക്സ്റ്റ് ടേം. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 27ൽ നിന്ന് അല്ലെങ്കിൽ 27ഉം 51ഉം തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ 27 എന്ന് പറയുന്നത് നമുക്ക് 25 + 2 എന്ന് പറയാൻ പറ്റില്ലേ? ഓക്കെ, അതുപോലെ തന്നെ 51 എന്ന് പറയുന്നത് 49 + 2 എന്ന് പറയാൻ പറ്റില്ലേ? 49 + 2. ഓക്കെ, 25 എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ അല്ലേ? 5² + 2. അടുത്തത് വരുന്നത് 7² + 2. ആദ്യം 5² + 2 വന്നു, നെക്സ്റ്റ് 7², അതായത് 5, 7, അപ്പൊ 2 കൂടി. ഇനി തന്നിരിക്കുന്ന 83ന്റെ കേസ് നോക്കുക. 83 എന്ന് പറയുന്നത് 81 + 2 ആണ്, 81 + 2 ആണ്, അതായത് 9² + 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ എന്താ വരിക? ഇപ്പൊ ഇവിടെ 5 വന്നു, നെക്സ്റ്റ് 7 വന്നു, 9 വന്നാൽ നെക്സ്റ്റ് 11 ആണ് വരിക. 11² + 2 ആയിരിക്കും, അതായത് 121 + 2 = 123 ആയിരിക്കും നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരും. അത് ഓപ്ഷനിൽ ഉണ്ട് താനും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം, 11, 25. അങ്ങനെയാണെങ്കിൽ 17 അതിന്റെ റിലേഷൻ ആയിട്ട് എന്താ വരിക എന്നുള്ളത്. സോ 11ൽ നിന്ന് എങ്ങനെയാണ് 25ലോട്ട് വന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, 11 × 2, 11 × 2 + 3 ആണ് നമുക്ക് 25 വരുന്നത്. നോക്കുക, 11 × 2 എന്ന് പറയുന്നത് 22 ആണ്, 22 + 3 നമുക്ക് കൃത്യമായിട്ട് 25 വന്നു. അങ്ങനെയാണെങ്കിൽ 17നും അതേ ലോജിക് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നമുക്ക് ഉറപ്പൊന്നുമില്ല അത് വരുന്നുള്ളത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് അങ്ങനെ ആൻസർ വരൂ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, കൃത്യമായിട്ട് ഓപ്ഷനിൽ ആ ഒരു ആൻസർ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി 17 × 2 + 3. 17 × 2 എന്ന് പറഞ്ഞാൽ 34 ആണ്, 34 + 3 = 37 ആണ് നമുക്ക് അവിടെ റൈറ്റ് ആയിട്ട് ആൻസർ വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടു, ഡയറക്ട്ലി ആ 27 എന്ന് പറയുന്ന നമ്പർ തന്നെ ഒരു 5², ഒരു സ്ക്വയർ + 2 എന്ന് പറയുന്ന ഒരു ടേമിലാണ്.
ഓക്കെ, അതുപോലെ തന്നെ 51 അതേ ടേം തന്നെയാണ്. അപ്പൊ അങ്ങനെയും വരാം. ഇവിടെ നിങ്ങൾക്ക് വരുന്നത് ഫസ്റ്റ് നമ്പറിൽ നിന്ന് സെക്കൻഡ് നമ്പറിലേക്ക് വേറൊരു റിലേഷൻ വന്നു. ഫസ്റ്റ് നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, സെക്കൻഡ് നമ്പറിലോട്ട് എത്തി. അപ്പൊ അങ്ങനെയും നമുക്ക് അനാലജി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഏത് രൂപത്തിലും നിങ്ങളോട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് എക്സ്പെക്ട് ചെയ്യണം. ഇനിയാണ് നമുക്ക് ലെറ്റർ അനാലജി വരുന്നത്. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ലെറ്റേഴ്സിന്റെ പൊസിഷൻ വാല്യൂസ് പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ്, അതായത് ബാക്കിൽ നിന്നുള്ള പൊസിഷൻ വാല്യൂ പഠിച്ചിട്ടുണ്ട്, ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ലെറ്റർ അനാലജി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുക. കുറച്ച് നമ്പറിനേക്കാളും ഒന്നുകൂടി ഈസിയാണ് ലെറ്റർ അനാലജി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. BDEG, അതിന്റെ റിലേഷൻ ആയിട്ട് വരുന്നത് DFGI ആണ്. ജസ്റ്റ് നോക്കുക, BDEG അതിന്റെ റിലേഷൻ ആയിട്ട് DFGI. ഓക്കെ, B സെക്കൻഡ് ലെറ്റർ ആണ്, D ഫോർത്ത് ലെറ്റർ ആണ്, E ഫിഫ്ത്ത് ലെറ്റർ ആണ്, G എന്ന് പറയുന്നത് 7ാമത്തെ ലെറ്റർ ആണ്. ഇനി നോക്കുക, D എന്ന് പറയുന്നത് 4ാമത്തെ ലെറ്റർ ആണ്, F 6ാമത്തെ ലെറ്റർ ആണ്, G 7ാമത്തെ ലെറ്റർ ആണ്, I 9ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും റിലേഷൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് നോക്കുക, ഇവിടെ 2 വന്നു, അടുത്തത് 2ലേക്ക് 2 ആഡ് ചെയ്തു, നമുക്ക് 4 വന്നു, അവിടുത്തെ ഫസ്റ്റത്തെ ലെറ്റർ. നെക്സ്റ്റ് 4 വന്നു, 4ലേക്ക് 2 ആഡ് ചെയ്തു, 6 വന്നു അല്ലേ. നെക്സ്റ്റ് 5 വന്നു, 5ലേക്ക് 2 ആഡ് ചെയ്തു, നമുക്ക് 7 വന്നു. ഈ 7ലേക്ക് 2 ആഡ് ചെയ്തു, നമുക്ക് 9 വന്നു. 2 ആഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാനുള്ളത് ഏതാ, HKMO ആണ്. അപ്പൊ H എന്ന് പറയുന്നത് 8ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ ഫസ്റ്റ് ലെറ്റർ 10ാമത്തെ ലെറ്റർ ആയിരിക്കും അല്ലെ. 8 + 2 10. ദാറ്റ് മീൻസ് J ആയിരിക്കൂലടാ, J ആയിരിക്കും. ഈ K എന്ന് പറയുന്നത് 11ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ 11 + 2 13 ആണ്. ദാറ്റ് മീൻസ് M വരും. നെക്സ്റ്റ് M 13ാമത്തെ ലെറ്റർ ആണ്. 13 + 2 നമുക്ക് 15 വരും. ദാറ്റ് മീൻസ് O ആണ്. നെക്സ്റ്റ് O എന്ന് പറയുന്നത് 15ാമത്തെ ലെറ്റർ ആണ്. 15 + 2 17ാമത്തെ ലെറ്റർ ആണ് നമുക്ക് വേണ്ടത്, JMOQ. സോ അവിടെ നമുക്ക് കൃത്യമായിട്ട് ഓരോ ലെറ്റേഴ്സിന്റെയും പൊസിഷൻ വാല്യൂ അറിയാന്നുണ്ടെങ്കിൽ എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് എത്താൻ കഴിഞ്ഞത് അല്ലേ. നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ACDF CGJN. ഓക്കെ, ഇപ്പൊ ഒന്ന് എഴുതി നോക്കാം. ACDF CGJN. A 1ാമത്തെ ലെറ്റർ ആണ്, C 3ാമത്തെ ലെറ്റർ ആണ്, D 4ാമത്തെ ലെറ്റർ ആണ്, F 6ാമത്തെ ലെറ്റർ ആണ്. ഇനി C 3ാമത്തെ ലെറ്റർ ആണ്, G 7ാമത്തെ ലെറ്റർ ആണ്, J 10ാമത്തെ ലെറ്റർ ആണ്, N 14ാമത്തെ ലെറ്റർ ആണ്. ഓക്കെ, സോ കൃത്യമായിട്ട് നോക്കുക. നമുക്ക് ആദ്യം 1ൽ നിന്ന് 3ലേക്ക് പോകുമ്പോൾ നമുക്ക് എത്ര ആഡ് ചെയ്യുന്നത്, +2 ആണ് ആഡ് ചെയ്യുന്നത്. ഇനി 3ൽ നിന്ന് 7ലേക്ക് പോകുമ്പോൾ +4 ആണ് ആഡ് ചെയ്യുന്നത്. ഇനി 4ൽ നിന്ന് 10ലേക്ക് പോകുന്ന സമയത്ത് +6 ആണ് ആഡ് ചെയ്യുന്നത്. ഈ 6ൽ നിന്ന് 14ലോട്ട് പോകുമ്പോൾ +8 ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ 2 ആഡ് ചെയ്തു, പിന്നെ 4 ആഡ് ചെയ്തു, പിന്നെ 6 ആഡ് ചെയ്തു, 8 ആഡ് ചെയ്തു. 2 4 6 8 ഇങ്ങനെ ആഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു BEHI എന്നുള്ളതിലെ കൃത്യമായിട്ട് ലെറ്റേഴ്സിന്റെ പൊസിഷൻ ഒന്ന് അടയാളപ്പെടുത്തുക. B എന്ന് പറയുന്നത് 2ാമത്തെ ലെറ്റർ ആണ്, E 5ാമത്തെ ലെറ്റർ ആണ്, H 8ാമത്തെ ലെറ്റർ ആണ്, I 9ാമത്തെ ലെറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ 2 + 2 ആദ്യം 2 പിന്നെ 4 പിന്നെ 6 പിന്നെ 8 അങ്ങനെയാണ്. അപ്പൊ 2 + 2 നമുക്ക് 4ാമത്തെ ലെറ്റർ വരണം, ഏതാ, D ആണ്. ഇനി 5 + 4 9ാമത്തെ ലെറ്റർ വരണം, I. ഇനി 8 + 6 14ാമത്തെ ലെറ്റർ വേണം, N. നെക്സ്റ്റ് 9 + 8 ദാറ്റ് മീൻസ് 17ാമത്തെ ലെറ്റർ വരണം, Q. DINQ. ഓപ്ഷൻ B ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യുക, വരുന്നുണ്ടായിരിക്കാം. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെർബൽ അനാലിസി. നമ്മൾ വെർബൽ ഓഡ് വൺ ഔട്ട് പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് നമുക്ക് കൃത്യമായിട്ട് വെർബൽ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ആൻസർ പിക്ക് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലോജിക്ക് മാത്രം പോരാ, കൃത്യമായിട്ടുള്ള നോളജും കൂടി വേണം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു 4 ക്യാപിറ്റൽ സിറ്റിയുടെ പേര് തന്നു, 5ാമത്തത് ക്യാപിറ്റൽ അല്ല ഒരു നോർമൽ സിറ്റിയുടെ പേര് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബാക്കിയുള്ളത് ക്യാപിറ്റൽ ആണ് എന്ന് പിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആ ക്യാപിറ്റൽസ് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ആൻസർ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേ രൂപത്തിലൊക്കെ തന്നെയാണ് നമ്മൾ വെർബൽ അനാലിസിയുടെ കേസ്. ഇവിടെ കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് ലോജിക്കലി നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്, അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ നോളജ് ബേസ് ചെയ്തിട്ട്, ലോജിക്കിനോട് കൂടെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ നോളജ് ബേസ് ചെയ്തിട്ട് അങ്ങനെ സോൾവ് ചെയ്യാനുള്ള കുറച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, എന്തായാലും നമുക്ക് ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഗമ്മ്, സ്റ്റിക്ക്. അങ്ങനെയാണെങ്കിൽ നീഡിൽ എന്താണെന്നുള്ളത് അപ്പൊ നമ്മൾ ആലോചിക്കുക, ഗമ്മിലെ പക്ഷെ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക, സ്റ്റിക്ക് ചെയ്യാൻ, ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗം യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നീഡിൽ, സൂചി എന്തിനാ നമ്മൾ യൂസ് ചെയ്യുക, തുന്നാൻ വേണ്ടിയിട്ടാണ്, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സോ ഓപ്ഷൻ ഡി സ്റ്റിച്ച് ആണ്. അപ്പൊ ആ ഒരു പർപ്പസ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ
വളരെ എളുപ്പത്തിൽ നമുക്കത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗം എന്തിനാ യൂസ് ചെയ്യുന്നത്? സ്റ്റിക്ക് ചെയ്യാനാണ്. അതാണ് അവിടുത്തെ റിലേഷൻ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നീഡിൽ കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാനാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി സോഫ്റ്റ് ഹാർഡ്. ഇപ്പൊ നമുക്കറിയാം സോഫ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഹാർഡ് എന്ന് പറയുന്നത് അല്ലെ. സോഫ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഹാർഡ്. ആണെങ്കിൽ കോൾഡിന്റെ ഓപ്പോസിറ്റ് എന്താ? ഹോട്ട് വരും. സിമ്പിൾ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ഇപ്പൊ നമ്മൾ കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഇനി അതല്ലാതെ നമ്മളിപ്പോൾ പഠിച്ച കൺസെപ്റ്റുകളൊക്കെ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. കോളേജ് ഈസ് റിലേറ്റഡ് ടു സ്റ്റുഡന്റ് ഇൻ ദ സെയിം വേ ആസ് ഹോസ്പിറ്റൽ ഈസ് റിലേറ്റഡ് ടു. എന്തായിരിക്കും ആൻസർ വരിക? ഡോക്ടർ ആണോ, നേഴ്സ് ആണോ, മെഡിസിൻ ആണോ, പേഷ്യന്റ് ആണോ? കോളേജും സ്റ്റുഡന്റും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അപ്പൊ കോളേജിൽ കൊടുക്കുന്നത് എഡ്യൂക്കേഷൻ ആണ്. ആ എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടി വരുന്നവരാണ് സ്റ്റുഡൻസ്. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് എന്താ? ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് കിട്ടാൻ വേണ്ടി വരുന്ന ആളാരാണ്? പേഷ്യന്റ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി പേഷ്യന്റ് ആയിരിക്കും റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രാവലർ ജേണി. അപ്പോൾ ഒരു ട്രാവലർ അദ്ദേഹത്തിന്റെ യാത്രക്ക് പറയുന്ന പേരാണ് ജേണി. അങ്ങനെയാണെങ്കിൽ ഒരു നാവികൻ സെയിലറിന്റെ യാത്രക്ക് പറയുന്ന പേരാണ് എന്ത്? വോയേജ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദി ലെറ്റേർഡ് പെയർ ദാറ്റ് ഹാസ് ദ സെയിം റിലേഷൻഷിപ്പ് ആസ് ദി ഒറിജിനൽ പെയർ ഓഫ് വേർഡ്സ്. അപ്പൊ നിങ്ങൾ സർക്കിൾ ഡയമീറ്റർ എന്ന് പറയുന്ന ഒരു റിലേഷൻ നിങ്ങൾക്ക് കാണാം. അപ്പൊ അതേ രൂപത്തിൽ വരുന്ന ആൻസർ ഏതാന്നുള്ളതാണ് നിങ്ങളോട് എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. അപ്പൊ ജസ്റ്റ് കൺസിഡർ ചെയ്യുക, ഒരു സർക്കിൾ അല്ലെ, ഒരു വൃത്തം കൺസിഡർ ചെയ്യുക. അതിന്റെ മിഡ് പോയിന്റ് ഇതാണെന്ന് വിചാരിക്കുക. ഈ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയാ? ഡയമീറ്റർ എന്ന് പറയാം. അല്ലെ, അതിന്റെ സെന്ററിലൂടെ വരക്കുന്ന. അപ്പൊ ഈ ഡയമീറ്റർ വരക്കുന്ന സമയത്ത് സർക്കിളിന് എന്താ സംഭവിക്കുന്നത്? രണ്ട് ഈക്വൽ ഹാഫ് ആയിട്ട് നോക്കുക, രണ്ട് ഈക്വൽ ഹാഫ് ആയിട്ട് സർക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് ഈക്വൽ ഹാഫ് ആയിട്ട് മുറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതേ രൂപത്തിൽ വരുന്ന റിലേഷൻ ഏതാ നോക്കാം. ഫസ്റ്റ് വണ്ണ് റെക്ടാംഗിൾ ഡയഗണൽ ആണ് അല്ലെ. ഡയഗണൽ എന്ന് പറഞ്ഞാൽ വികരണമാണ് അല്ലെ. അപ്പൊ ഒരു റെക്ടാംഗിൾ കൺസിഡർ ചെയ്യാം. റെക്ടാംഗിൾ, ഓക്കെ, ഇതാണ് അതിന്റെ വികരണം. അങ്ങനെ വികരണം വരക്കുമ്പോഴും കൃത്യമായിട്ട് രണ്ട് ഈക്വൽ ഹാഫ് ആവുന്നില്ലേ? രണ്ട് ഈക്വൽ ഹാഫ് ആവുന്നുണ്ട്. സോ അതായിരിക്കണം നമ്മുടെ ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡയമീറ്റർ, റേഡിയസ്. ഡയമീറ്ററിന്റെ പകുതിയാണ് ആരം, അതായത് റേഡിയസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സർക്കിൾ ഡിസ്ക് ആണ്. പിന്നെ ക്യൂബും ഡൈസും ആണ്. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം റെക്ടാംഗിൾ ഡയഗണൽ തന്നെയാണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യുക? വരുന്നുണ്ടായിരിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് എ വേർഡ് ഫ്രം ദ ഗിവൺ ആൾട്ടർനേറ്റീവ് ദാറ്റ് ഈസ് സിമിലർ ടു ഗിവൺ വേർഡ്സ് ആൻഡ് ഹെൻസ് ബിലോങ്സ് ടു ദി സെയിം ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. നേരത്തെ ഉള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു ടേം വന്നു, എന്നിട്ട് ഇങ്ങനെ ഒരു കോളം വന്നു, പിന്നെ ഡബിൾ കോളം വന്നിട്ട്, അതായത് ഈ ഒരു റിലേഷൻ ഇവിടേക്ക് അപ്ലൈ ചെയ്യാന്നുള്ള രൂപത്തിലായിരുന്നു. ഇവിടെ അങ്ങനെയാണോ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു സിംഗിൾ സാധനം മാത്രമേ ഉള്ളൂ. അതായത് ഇവരൊക്കെ തന്നെ ഒരേ ഗ്രൂപ്പാണ്. ഒരു 3 പേരും ഒരേ ഗ്രൂപ്പാണ്. അല്ല ആദ്യത്തെ രണ്ടെണ്ണത്തിൽ നിന്ന് മാത്രം റിലേഷൻ അല്ല, മൂന്നും ഒരേ ഗ്രൂപ്പാണ്. അപ്പൊ ഈ മൂന്നെണ്ണത്തിന്റെ കൂടെ നിർത്താൻ പറ്റുന്ന ഓപ്ഷൻ ഏതാന്നുള്ളതാണ്. അതായത് ജൂട്ട്, കോട്ടൺ, വൂള്, ഇവർക്കൊക്കെ ഒരു കോമൺ റിലേഷൻ ഉണ്ട്. ഓക്കെ, ഇവർക്ക് 3 പേർക്ക് ഒരു കോമൺ റിലേഷൻ ഉണ്ട്. അപ്പൊ അതിൽ വരുന്നത് ആരാ? സിൽക്ക് ആണ് അല്ലെ. കാരണം ജൂട്ട് ആണെങ്കിലും കോട്ടൺ ആണെങ്കിലും അതുപോലെ തന്നെ വൂളാണെങ്കിലും ഒക്കെ അതൊക്കെ എന്താണ്? നാച്ചുറലി ഒബ്റ്റൈൻഡ് ആയിട്ടുള്ള ഫൈബേഴ്സ് ആണ്. ബട്ട് ടെറിലിൻ ആണെങ്കിലും റയോൺ ആണെങ്കിലും നൈലോൺ ഒക്കെ ആണെങ്കിലും അത് ആർട്ടിഫിഷ്യലി ഒബ്റ്റൈൻഡ് ആയിട്ടുള്ള എന്താണ്? ആർട്ടിഫിഷ്യലി ഒബ്റ്റൈൻഡ് ആയിട്ടുള്ള ഫൈബേഴ്സ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. സോ ആ രൂപത്തിൽ സിൽക്ക് ആണ് നമുക്ക് ആൻസർ. ഇനി നെക്സ്റ്റ് നോക്കുക. കൊൽക്കത്ത, മുംബൈ, മാംഗ്ലൂർ. ഓക്കെ, കൊൽക്കത്ത, മുംബൈ, മാംഗ്ലൂർ. സോ ഏതാണ് റൈറ്റ് ആൻസർ വരിക? കൊച്ചിനാണ്. കൊൽക്കത്ത ആണെങ്കിലും മുംബൈ ആണെങ്കിലും മാംഗ്ലൂർ ആണെങ്കിലും ഒക്കെ എന്താണ്? പോർട്ട് സിറ്റീസ് ആണ് അല്ലെ. അതായത് കടൽ തീരങ്ങളുള്ള പോർട്ടുകളുള്ള സിറ്റീസ് ആണ്. ഓക്കെ, അപ്പൊ കൊച്ചിനാണ് അത് കറക്റ്റ് ആയിട്ട് ആൻസർ വരിക. ഡൽഹിയിലും അതുപോലെ തന്നെ ലക്നൌവും ഹൈദരാബാദും എന്തില്ല, അവിടെ ഒന്നും പോർട്ടുകൾ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15-7 അങ്ങനെയാണെങ്കിൽ 19 എന്തായിരിക്കും എന്നുള്ളതാണ്. 15ൽ നിന്ന് എങ്ങനെയാണ് 7 വന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. 15 - 1 14 ആണ്. ഈ 14ന്റെ ഹാഫ് ആണ് 7 എന്ന് പറയുന്നത്. 14ന്റെ ഹാഫ് ആണ് 7 എന്ന് പറയുന്നത്. ആ സെയിം റിലേഷൻ 19ലേക്ക് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. 19 - 1 എന്ന് പറയുന്നത് 18 ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 18 / 2 9 ആണ്. 9 ഓപ്ഷൻ ഉണ്ടോ നോക്കുക. 9 ഓപ്ഷൻ ഉണ്ട്. ഇനി നേരെ തിരിച്ച് നിങ്ങൾക്ക് പറയാം 7 × 2 + 1. 7 × 2 എന്ന് പറഞ്ഞാൽ 14 ആണ്. 14 + 1 ആണ് അല്ലെ. 14ലേക്ക് 1 ആഡ് ചെയ്താലാണ് നമുക്ക് 15 കിട്ടുക. അതേ രൂപത്തിൽ ഏത് നമ്പറിനെ × 2 + 1 ചെയ്താലാണ് 19 കിട്ടുക? 9 ആണ്. 9 × 2 എന്ന് പറഞ്ഞാൽ 18 ആണ്. 18 + 1 നമുക്ക് കൃത്യമായിട്ട് 19 കിട്ടും. സെയിം റിലേഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് 8 28 15 ഡാഷ്. ഓക്കെ നോക്കുക. 8
28. നമ്മൾ സ്ക്വയർ ആൻഡ് ക്യൂബ് പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് കുറേ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവിടെ 8 എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, 9 - 1 എന്ന് പറഞ്ഞൂടെ? 28നെ നമുക്ക് 27 + 1 എന്ന് പറഞ്ഞൂടെ? അപ്പോ 9 - 1 ദാറ്റ് മീൻസ് 3 സ്ക്വയർ -1 എന്ന് പറയാലോ. അതുപോലെ തന്നെ 27നെ 3 ക്യൂബ് + 1 എന്ന് പറയാം. അപ്പൊ നോക്കുക, 3 സ്ക്വയർ -1 3 ക്യൂബ് + 1. അങ്ങനെയാണെങ്കിൽ 15ന്റെ കേസ് നോക്കുക. 15 എന്ന് പറയുന്നത് 16 - 1 അല്ലേ? 16 - 1 അതായത് 4 സ്ക്വയർ -1 ആണ്. ഇവിടെ 3 സ്ക്വയർ -1 വന്നപ്പോൾ അടുത്തത് എന്താ വന്നത്? അടുത്തത് 3 ക്യൂബ് + 1 ആണ് വന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 4 സ്ക്വയർ -1 വന്നു. അപ്പൊ അടുത്തത് 4 ക്യൂബ് + 1. 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 ആണ്. 64 + 1 എന്ന് പറയുന്നത് 65. നമുക്ക് എന്ത് ചെയ്യും? കൃത്യമായിട്ട് ആൻസർ കിട്ടും. അത് നമ്മൾ പ്രാക്ടീസിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതായത് ഇനീഷ്യലി ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഈസിലി ചിലപ്പം എന്താണ് റിലേഷൻ എന്നുള്ളത് അത്ര പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല. പക്ഷേ ഓവർ ദ ടൈം നിങ്ങൾ പ്രാക്ടീസിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണ് നിങ്ങൾക്ക് അത് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 35, 75, 100. ഓക്കെ, അപ്പൊ നോക്കാം. 35ൽ നിന്ന് 75ലോട്ട് എത്തി. 35ലേക്ക് എത്ര ആഡ് ചെയ്യുമ്പോഴാണ്? 40 ആഡ് ചെയ്യുമ്പോഴാണ് അല്ലേ? 35ലേക്ക് 40 ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 75 വരിക. അങ്ങനെയാണെങ്കിൽ 100ലേക്കും അതേപോലെ 40 ആഡ് ചെയ്യുക. എന്താ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? 100ലേക്ക് 40 ആഡ് ചെയ്തു, 140 ആയി. ഓപ്ഷനിലുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ ഇവിടെയും എനിക്ക് അങ്ങനെ ചെയ്താൽ പോരായിരുന്നോ? അതായത് 8ലേക്ക് 20 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 28 വന്നു. 8ലേക്ക് 20 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 28 വന്നു. ഓക്കെ, അപ്പൊ അതേപോലെ 15ലേക്ക് 20 ആഡ് ചെയ്തു. 15ലേക്ക് 20 ആഡ് ചെയ്യുമ്പോൾ 35 ആണ്. പക്ഷെ അത് ഓപ്ഷനിലില്ല. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷനിലുള്ള ആൻസർ നമുക്ക് എന്ത് ചെയ്യണം? കിട്ടണം. ഓക്കെ, എന്തായാലും ഒരു റൈറ്റ് ആൻസർ ഓപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16, 64. അങ്ങനെയാണെങ്കിൽ 25. ഇത് സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ഈസിലി പിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. 16, 64. 16 എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയർ ആണ്. 64 എന്ന് പറയുന്നത് 4ന്റെ ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ 25 എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ അടുത്ത ആൻസർ 4 സ്ക്വയർ 4 ക്യൂബ്. 5 സ്ക്വയർ 5ന്റെ ക്യൂബ്. ക്യൂബ് ഏതാ? 25 ആണ് അല്ലേ? 5 × 5 × 5 125 ആണ്. ഓപ്ഷൻ സി 125 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9, 25, 64. 9, 25. അങ്ങനെയാണെങ്കിൽ 64 എന്തായിരിക്കും നോക്കുക. 9, 25. 9നെ നമുക്ക് 3 സ്ക്വയർ എന്ന് പറയാം. 25നെ 5 സ്ക്വയർ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വരുന്നത് നമുക്ക് 64 ആണ്. 64 8 സ്ക്വയർ ആണ്. അപ്പൊ 3 കഴിഞ്ഞു +2 ആണ് നമുക്ക് 5 വരുന്നത്. 3 കഴിഞ്ഞു, 3ന്റെ സ്ക്വയർ പിന്നെ 5ന്റെ സ്ക്വയർ. 8ന്റെ സ്ക്വയർ. അപ്പൊ അടുത്തത് 10ന്റെ സ്ക്വയർ ആയിരിക്കും വരേണ്ടത്. 10 സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്. അത് ഓപ്ഷനിലുണ്ടോ? ഓക്കെ, അപ്പൊ ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ പ്രീവിയസ് ഇയറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? NMSന് നമ്പർ അനാലജി ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് വെർബൽ അനാലജി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഇനി നമുക്ക് കുറച്ച് വെർബൽ അനാലജി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് PYQ വന്നിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാഗസിൻ എഡിറ്റർ ഡ്രാമ എന്തായിരിക്കും എന്നുള്ളതാണ്. മാഗസിൻ എഡിറ്റർ അങ്ങനെയാണെങ്കിൽ നാടകം, അതിന്റെ റിലേഷൻ ആയിട്ട് എന്താ വരിക എന്നുള്ളത് നമുക്കറിയാം. ഒരു മാഗസിന് മൊത്തമായിട്ട് എഡിറ്റ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ ഒരു എഡിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡ്രാമന്റെ കേസിൽ അതാരായിട്ട് വരും? ഡയറക്ടർ ആയിട്ട് വരും അല്ലെ? സംവിധായകനായിട്ട് നമ്മുടെ റൈറ്റ് ആൻസർ വരും. സിമ്പിൾ. നെക്സ്റ്റ്, കലണ്ടർ ഡേറ്റ് അങ്ങനെയാണെങ്കിൽ ഡിക്ഷണറി. നോക്കുക, കലണ്ടറിൽ തീയതികൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിഘണ്ടു. ഓക്കെ, നിഘണ്ടുവിൽ എന്താ ഉള്ളത്? വാക്കുകളാണല്ലേ, വേർഡ്സ് ആണുള്ളത്. സോ ഓപ്ഷൻ സി വേർഡ്സ് ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യാം? വരുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് നോക്കാം, ഇന്ത്യ റുപ്പി തായ്ലൻഡ്. ഇന്ത്യയുടെ കറൻസിയുടെ പേരാണ് റുപ്പി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തായ്ലൻഡിന്റെ ഏതാണ്? ബാത്ത് ആണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അവിടെ നമുക്ക് ലോജിക്ക് ഓൾറെഡി വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഇന്ത്യ റുപ്പി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കറൻസിയെ കുറിച്ചാണ് പറയുന്നതെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷേ അവിടെ തായ്ലൻഡിന്റെ ബാത്ത് ആണ് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, റെക്ടാങ്കിൾ ഡയഗണൽ. അങ്ങനെയാണെങ്കിൽ സർക്കിൾ എന്തായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വേറെ രൂപത്തിൽ നമ്മൾ ചെയ്തുല്ലേ ഈ ഒരു ക്ലാസ്സിൽ തന്നെ. സോ PYQലും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു, റെക്ടാങ്കിളിന്റെ വികരണം നമ്മൾ വരക്കുന്ന സമയത്ത്, ചതുരത്തിന്റെ വികരണം വരക്കുന്ന സമയത്ത് അതിനെ 2 ഈക്വൽ ഏരിയ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ഈക്വൽ ഭാഗങ്ങളാക്കിയിട്ട് നമുക്ക് അതിനെ മുറിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഒരു സർക്കിളിനെ എന്ത് വരച്ചാൽ, ഒരു വ്യാസം വരച്ചു കഴിഞ്ഞാൽ, ഡയമീറ്റർ വരച്ചു കഴിഞ്ഞാൽ, ഓപ്ഷൻ ഡി ഡയമീറ്റർ ആണ് റൈറ്റ് ആൻസർ.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്റ്റൻസ് മീറ്റർ, അങ്ങനെയാണെങ്കിൽ വെയിറ്റ് എന്താണ് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ താഴെ കമന്റ് ചെയ്യുക. അടുത്തൊരു മാത്ത് ക്ലാസ്സുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും